ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പുതുക്കാട് പാളായിൽ KSEBയുടെ വാഴവെട്ട്. പാളായിലെ കർഷകൻ കോപ്പാട്ടിൽ മനോജിന്റെ വാഴകളാണ് പറപ്പൂക്കര KSEB അധികൃതർ വെട്ടി നശിപ്പിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഓഫീസിന്റെയും ഇലക്ഷൻ മീഡിയ സെല്ലിന്റെയും ഉദ്ഘാടനം നടന്നു. മാധ്യമ നിരീക്ഷണത്തിനും പരസ്യങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലിനുമായി വിപുലമായ സജ്ജീകരണങ്ങൾ. രാജീവ് ചന്ദ്രശേഖറുമായി LDF കൺവീനർ EP ജയരാജന് ബിസിനസ് ബന്ധമുണ്ടെന്ന ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊടകര കുഴൽപ്പണ കേസ് കൃത്യമായി അന്വേഷിച്ചില്ലെന്നും സതീശൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പുതുക്കാട് പാളായിൽ KSEBയുടെ വാഴവെട്ട്. പാളായിലെ കർഷകൻ കോപ്പാട്ടിൽ മനോജിന്റെ വാഴകളാണ് പറപ്പൂക്കര KSEB അധികൃതർ വെട്ടി നശിപ്പിച്ചത്. മനോജിന്റെ കൃഷിയിടത്തിലൂടെ വലിച്ചിരുന്ന ലൈൻ കമ്പിക്ക് താഴെ നിന്നിരുന്ന 8 വാഴകളാണ് അധികൃതർ വെട്ടിമാറ്റിയത്. 1 വർഷം പ്രായമായ നേന്ത്രവാഴകൾ മെയ് മാസത്തിൽ വിളവെടുക്കേണ്ടതായിരുന്നു. വാഴയുടെ മുകൾ വശത്തുള്ള ഇലകൾ വെട്ടിമാറ്റിയതുമൂലം കായകൾ മൂപ്പെത്താതെ നശിക്കുമെന്ന് കർഷകൻ പറയുന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് KSEB അധികൃതർ വാഴകൾ വെട്ടിയത്. പാടത്തെത്തിയപ്പോഴാണ് മനോജ് വിവരം അറിഞ്ഞത്. 10 വർഷത്തിലേറെയായി ഈ പാടത്ത് വാഴ കൃഷി നടത്തുന്നുണ്ടെങ്കിലും ഇത്തരം അനുഭവം ആദ്യമാണെന്ന് മനോജ് പറഞ്ഞു. വൈദ്യുതി ലൈനിന് കീഴിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വാഴ വെട്ടിയത്. 4 ഏക്കറിൽ 500 വാഴകളാണ് ഇത്തവണ കൃഷി ചെയ്തിരിക്കുന്നത്. സംഭവം അറിഞ്ഞ് കൃഷിവകുപ്പ് മന്ത്രി കർഷകനെ ഫോണിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വാഴകൾ വെട്ടിമാറ്റിയ ശേഷം ഇനി പരാതിയുമായി പോകുന്നില്ലെന്ന നിലപാടിലാണ് മനോജ്. മാസങ്ങൾക്ക് മുൻപ് വലപ്പാട് ചൂലൂരിലും KSEB വാഴ വെട്ടിക്കളഞ്ഞിരുന്നു. സമാനമായ കാരണം പറഞ്ഞായിരുന്നു ഇവിടെയും വാഴവെട്ടൽ. വാർത്തയായതിനു പിന്നാലെ കൃഷിമന്ത്രി കർഷകനെ വിളിച്ചിരുന്നു. നഷ്ടപരിഹാരം നൽകുമെന്നും അറിയിച്ചിരുന്നു. ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യമാണ് സംഭവം ആവർത്തിക്കുന്നതിന് പിന്നിലെന്ന വിമർശനം ശക്തമായിട്ടുണ്ട്. മീഡിയ ടൈം, പുതുക്കാട്. ആലുവയിലെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഒരാൾ കൂടി പിടിയിലായി. തിരുവനന്തപുരത്ത് നിന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു. നേരത്തെ കേസിൽ കൊല്ലം സ്വദേശികളായ മുഹമ്മദ് റിയാസ്, അൻവർ എന്നിവർ അറസ്റ്റിലായിരുന്നു. ആലുവയിലെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ നേരത്തെ കൊലപാതക കേസിലടക്കം പ്രതിയായ വ്യക്തിയാണ് പിടിയിലായതെന്നും അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതിയുടെ പേരുവിവരങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. നേരത്തെ കേസിൽ കൊല്ലം സ്വദേശികളായ മുഹമ്മദ് റിയാസ്, അൻവർ എന്നിവർ അറസ്റ്റിലായിരുന്നു. യുവാക്കളെ തട്ടിക്കൊണ്ടുപോകാൻ വാഹനം സംഘടിപ്പിച്ചത് ഇരുവരുടെയും നേതൃത്വത്തിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഗൂഢാലോചനയിലും ഇരുവർക്കും പങ്കെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് 3 പേരെ തട്ടിക്കൊണ്ടുപോയത്. ദൃക്സാക്ഷി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയതിനാണ് പോലീസ് FIR ഇട്ട് കേസെടുത്തിരുന്നത്. അന്വേഷണത്തിൽ 3 പേരെ ഒന്നിച്ചാണ് കാറിൽ കയറ്റിക്കൊണ്ടുപോയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാടുകളിലെ തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് സൂചന. വാഹനം വാടകയ്ക്ക് കൊടുക്കുന്നതിലെ ഇടനിലക്കാരടക്കം 2 പേരെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മീഡിയ ടൈം, ആലുവ. കുന്നംകുളം ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പൂരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 5 പേർക്ക് പരിക്ക്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ഉത്സവത്തിനിടെ ആഘോഷങ്ങൾ ക്ഷേത്രത്തിന് മുൻപിൽ എത്തിയപ്പോഴാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയത്. ചിറയം സ്വദേശി ചെറുശ്ശേരി വീട്ടിൽ ഷൈൻ സി ജോസ്, ചിറളയം സ്വദേശി ലിയോ, വൈശ്ശേരി സ്വദേശികളായ ജിനീഷ് രാജ്, ജെറിൻ, നെബു എന്നിവർക്കാണ് വെട്ടേറ്റത്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ചിറളയം പൂരത്തിന് കാവടിയും തമ്പോലകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. മേഖലയിൽ 2 പൂരാഘോഷ കമ്മിറ്റികൾ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു അത്രേ. ഉത്സവത്തിനിടെ ആഘോഷങ്ങൾ ക്ഷേത്രത്തിന് മുൻപിൽ എത്തിയപ്പോഴാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയത്. സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷൈൻ സി ജോസിനെയും പരിക്കേറ്റ സുഹൃത്ത് ലിയോയെയും സംഭവസ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാൾക്ക് കഴുത്തിൽ കുത്തേറ്റിട്ടുണ്ട്. പരിക്കേറ്റ വൈശ്ശേരി സ്വദേശികളെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. ചൊവ്വൂരിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് മറിഞ്ഞ് 6 പേർക്ക് പരിക്ക്. ആംബുലൻസിലുണ്ടായ 5 പേർക്കും ഒരു സ്കൂട്ടർ യാത്രികനുമാണ് പരിക്കേറ്റത്. അപകടത്തിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ചൊവ്വാഴ്ച വൈകിട്ട് 6:30യോടെ ചൊവ്വൂരിനും പാമ്പാന്തോടിനും ഇടയ്ക്കുള്ള ഇറക്കത്താണ് സംഭവം.
ചെറുപ്പ് ഭാഗത്തു നിന്നും രോഗിയെയും കൊണ്ടുവരികയായിരുന്ന ആംബുലൻസ് വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട് 2 സ്കൂട്ടറിലും പരസ്യ ബോർഡിലും ഇടിച്ച് സമീപത്തെ ഫർണിച്ചർ കടയുടെ മുറ്റത്തേക്ക് മറിയുകയായിരുന്നു. ആംബുലൻസ് ഡ്രൈവർ പെരുമ്പള്ളിശ്ശേരി സ്വദേശി വിഷ്ണുവിനെ ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റ് 5 പേരെ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഒരു സ്കൂട്ടറിലുണ്ടായിരുന്ന ചെറുവത്തേരി മാടമ്പി നാരായണൻ പെട്ടെന്ന് ഓടി മാറിയതിനാൽ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. മറ്റൊരു സ്കൂട്ടറിലുണ്ടായ യാത്രികനും ആംബുലൻസിലുണ്ടായ ആൾക്കുമാണ് ഗുരുതര പരിക്കേറ്റത്. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി സുന്ദരിക്കവലയെ കൊലക്കവലയാക്കിയതിൽ RJD സർവീസ് റോഡ് ഉപരോധിച്ചു. ടോൾ റോഡിൽ പിരിവ് നടത്തുവാൻ കാണിക്കുന്ന ആത്മാർത്ഥത അപകടക്കെണികൾ മാറ്റുവാൻ കാണിക്കുന്നില്ല എന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. RJD ജില്ലാ ജനറൽ സെക്രട്ടറി പോൾ പുല്ലൻ സമരം ഉദ്ഘാടനം ചെയ്തു. നിരന്തരം അപകടങ്ങളും തുടർ മരണങ്ങളും ഉണ്ടായിട്ടും NHAയുടെയും ടോൾ കമ്പനിയുടെയും MP, MLA, മുനിസിപ്പാലിറ്റി തുടങ്ങിയവരുടെ നിരുത്തരവാദിത്തപരമായ ശൈലികളിൽ പ്രതിഷേധിച്ച് RJD ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി അടിയന്തര ഹർജി ഫയൽ ചെയ്യുവാൻ തീരുമാനിച്ചതായി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് V. ഐനിക്കൽ അറിയിച്ചു. ടോൾ റോഡിൽ പിരിവ് നടത്തുവാൻ കാണിക്കുന്ന ആത്മാർത്ഥത അപകടക്കെണികൾ മാറ്റുവാൻ കാണിക്കുന്നില്ല. ഇവിടെ നടന്നത് അപകട മരണങ്ങളല്ല, കൊലപാതകങ്ങളാണെന്നും ഇതിന് നഷ്ടപരിഹാരം നൽകുവാൻ NHAയ്ക്കും ജനപ്രതിനിധികൾക്കും ബാധ്യതയുണ്ടെന്നും ജോർജ് V. ഐനിക്കൽ പറഞ്ഞു. RJD ജില്ലാ ജനറൽ സെക്രട്ടറി പോൾ പുല്ലൻ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പാപ്പച്ചൻ വാഴപ്പള്ളി, യുവ ജനതാദൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫ്രെഡി ജാക്സൺ പെരേര, AL കൊച്ചപ്പൻ, NC ബോബൻ എന്നിവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഓഫീസിന്റെയും ഇലക്ഷൻ മീഡിയ സെല്ലിന്റെയും ഉദ്ഘാടനം നടന്നു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉദ്ഘാടനം നിർവഹിച്ചു. മാധ്യമ നിരീക്ഷണത്തിനും പരസ്യങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലിനുമായി വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇലക്ട്രോണിക് ഓൺലൈൻ മാധ്യമങ്ങളിൽ നൽകുന്ന പരസ്യങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിനും പണമോ പാരിതോഷികമോ സ്വീകരിച്ച് നൽകുന്ന വാർത്തകൾ നിരീക്ഷിക്കുന്നതിനുമായുള്ള സംവിധാനമാണിത്. ജില്ലാ കളക്ടർ, സബ് കളക്ടർ, സാമൂഹിക മാധ്യമ വിദഗ്ധ, IT മിഷൻ HSC ആശാ P. ബേബി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എന്നിവരാണ് സമിതി അംഗങ്ങൾ. സിവിൽ സ്റ്റേഷൻ 1-ാം നിലയിലെ 94-ാം നമ്പർ മുറിയിലാണ് MCMC സജ്ജമാക്കിയിട്ടുള്ളത്. മാധ്യമ നിരീക്ഷണത്തിനും പരസ്യങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലിനുമായി വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥരും ജേർണലിസം വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘം 2 ഷിഫ്റ്റുകളിലായാണ് പ്രവർത്തിക്കുക. സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ N. സതീഷ് കുമാർ, MCMC അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. കലാഭവൻ മണി സ്മാരകം യാഥാർത്ഥ്യമാകുന്നു. ചാലക്കുടിക്കാരുടെ നീണ്ടകാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സ്മാരക നിർമ്മാണത്തിന് തുടക്കമായത്. സാംസ്കാരിക വകുപ്പിന്റെയും കേരള ഫോക്ലോർ അക്കാദമിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സ്മാരക നിർമ്മാണം. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. കലാഭവൻ മണി സ്മാരകം നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികളുടെ ഭാഗമായി മണ്ണ് പരിശോധന കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. 2 ദിവസത്തിനുള്ളിൽ ഈ പ്രവൃത്തികൾ പൂർത്തീകരിക്കും. കുഴൽക്കിണർ നിർമ്മാണവും അടുത്ത ദിവസം ആരംഭിക്കും. നാടൻ കലകളുടെ ഗവേഷണ കേന്ദ്രവും തിയേറ്റർ സമുച്ചയവും സ്മാരക മന്ദിരത്തിന്റെ ആകർഷണങ്ങളാണ്. സ്മാരക നിർമ്മാണത്തിനായി 3 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. എങ്കിലും നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നതിന്റെ പകുതി വലിപ്പത്തിലാണ് സ്മാരകം നിർമ്മിക്കുന്നത്. ചാലക്കുടി നഗരസഭ വിട്ടു നൽകിയ 20 സെന്റ് സ്ഥലത്ത് 6000 ചതുരശ്രയടി വിസ്തീർണത്തിലാണ് ഇപ്പോൾ സ്മാരകം നിർമ്മിക്കുക. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് നിരന്തരമായി മന്ത്രിക്ക് നൽകിയ കത്തിന്റെയും മറ്റും അടിസ്ഥാനത്തിലാണ് ഇപ്പോഴെങ്കിലും സ്മാരകത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഫോക്ലോർ അക്കാദമിയുടെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. മീഡിയ ടൈം, ചാലക്കുടി. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി LDF കൺവീനർ EP ജയരാജന് ബിസിനസ് ബന്ധമുണ്ടെന്ന ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊടകര കുഴൽപ്പണക്കേസ് കൃത്യമായി അന്വേഷിച്ചില്ലെന്നും സതീശൻ കുറ്റപ്പെടുത്തി. കുഴൽപ്പണം, മാസപ്പടി, ലൈഫ് മിഷൻ, ലാവ്ലിൻ കേസുകൾ പരസ്പരം സഹായിച്ച് അട്ടിമറിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതായത് കേരളത്തിലെ സമുന്നതനായ CPM നേതാവും സമുന്നതനായ BJP നേതാവും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചതിലുള്ള സന്തോഷം ഞാൻ പ്രകടിപ്പിക്കണം. ഇതാണ് ബന്ധം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ വേറെ കാര്യം പുറത്തു വന്നു. ഇന്നലെ ഇൻകം ടാക്സിന്റെ ഡയറക്ടർ ജനറൽ ഒരു പ്രസ്താവന പറഞ്ഞു. എന്താ പറഞ്ഞത്? കൊച്ചിയിൽ വെച്ച് പറഞ്ഞത് കുഴൽപ്പണ കേസ്, കൊടകര കുഴൽപ്പണ കേസ്, കേരളത്തിലെ BJP നേതൃത്വം ഉൾപ്പെട്ടിട്ടുള്ള കേസ്. ആ കേസിലെ പണം
ഇൻകം ടാക്സിനെ ഏൽപ്പിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഇൻകം ടാക്സിനെയാണ് അത് ഏൽപ്പിക്കേണ്ടത്. അത് ഏൽപ്പിച്ചിട്ടില്ല. എവിടെ അതിന്റെ അന്വേഷണം? അതിന്റെ അന്വേഷണം അതിൽ ഒരു BJP പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രതി ചേർത്തില്ല. ഒരു നേതാക്കളെയും പ്രതി ചേർത്തില്ല. ആ നേതാക്കളുമായി ഈ പണം കൊണ്ടുവന്ന ആളുകൾ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ ഫോണിലെ തെളിവുകളുണ്ട്. BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി നേരിട്ട് സംസാരിച്ചതിന്റെ തെളിവുകൾ കുഴപ്പണ കേസിലുണ്ട്. ഒറ്റ BJP നേതാവിനെയും പ്രതിയാക്കിയില്ല. ഇവർ തമ്മിലുള്ള ബന്ധമാണ്, അവിശുദ്ധ ബാന്ധവമാണ്. അപ്പൊ കുഴൽപ്പണ കേസ് ഒതുക്കി തീർത്ത് SNC ലാവ്ലിൻ കേസും സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ലൈഫ് മിഷൻ കേസും കരുവന്നൂർ കേസും മാസപ്പടി കേസും എല്ലാം ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്പരമുള്ള സഹായ സഹകരണ സംഘമാണ് ഇവർ. അതാണ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചത്. ഇവർ തമ്മിലുള്ള അവിശുദ്ധമായ ബാന്ധവം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യുമായി അവിശുദ്ധമായ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന്. ഇനി നാട്ടിൽ നടന്നത്. മുൻവൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ തലക്കടിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ സഹോദരങ്ങളടക്കം 3 പേർ മാളയിൽ അറസ്റ്റിൽ. മടത്തുംപടി കോനാട്ട് ജിതേഷ്, സഹോദരൻ കോനാട്ട് സുജിത്, പുത്തൻവേലിക്കര ചെമ്മിനിശ്ശേരി ഗോകുൽ എന്നിവരെയാണ് SI അബ്ദുൾ ജലീൽ സംഘവും അറസ്റ്റ് ചെയ്തത്. പുത്തൻവേലിക്കര സ്വദേശി വാഴപ്പള്ളി ജെഫ്രിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. ഇക്കഴിഞ്ഞ 17 രാത്രി 7:30 ചക്കാട്ടിക്കുന്ന് കള്ളുഷാപ്പ് പരിസരത്ത് വെച്ചാണ് സംഭവം. SIമാരായ KV ചന്ദ്രശേഖരൻ, സുൽഫിക്കർ സമദ്, സീനിയർ CPOമാരായ അഭിലാഷ്, ജിബിൻ, CPO നജീബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ മുള്ളൂർക്കരയിൽ ആനയിടഞ്ഞു. തിരുവാണിക്കാവ് വേലക്കെത്തിച്ച ആനയാണ് ഇടഞ്ഞത്. വാഴക്കോട് പ്ലായി റോഡിൽ മുള്ളൂർക്കര BRD പരിസരത്തായിരുന്നു സംഭവം. വാഴക്കോട് വിഭാഗത്തിന്റെ ആനയാണ് ഇടഞ്ഞത്. ഉത്സവത്തിന് കൊണ്ടുപോവുകയായിരുന്ന വാഴക്കോട് വിഭാഗത്തിന്റെ 3 ആനകളിൽ ഒന്നാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആന റോഡിലൂടെ നടന്ന് ഏറെ നേരം പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഈ സമയം ആനപ്പുറത്ത് ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആന അക്രമകാരിയാകാതിരുന്നതിനാൽ ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഒടുവിൽ കുന്നംകുളത്തു നിന്നുള്ള എലിഫന്റ് സ്ക്വാഡ് ആനയെത്തിയാണ് ആനയെ തളച്ചത്. കളമശ്ശേരിയിൽ യുവതിയെ നടുറോട്ടിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമം. ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. ഗുരുതരമായി പരിക്കേറ്റ നീനുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എറണാകുളം കളമശ്ശേരി റോഡിലാണ് സംഭവം. ഭർത്താവ് അർഷനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഐക്യജനാധിപത്യ മുന്നണി കൊടകര മണ്ഡലം കൺവെൻഷൻ നടന്നു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ VM ആന്റണി അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി ബെന്നി ബഹനാൻ, അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ, എബി ജോർജ്, VO പൈലപ്പൻ, OS ചന്ദ്രൻ, MK ഷൈൻ, സദാശിവൻ കുറവത്ത്, വിനയൻ തോട്ടാപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. ജോയ് ചെമ്പകശ്ശേരി, പ്രനില ഗിരീശൻ, ബൈജു അറയ്ക്കൽ, ജസ്റ്റിൻ പൊന്മനിശ്ശേരി, PK അരുൺ, ലില്ലി ജോസഫ്, സിജോ മാത്തള എന്നിവർ നേതൃത്വം നൽകി. അധ്യാപകർക്കും ജീവനക്കാർക്കും നൽകാനുള്ള 39 മാസത്തെ ക്ഷാമബത്ത നിഷേധിച്ച കൊണ്ടിറക്കിയ ഉത്തരവ് ചാലക്കുടി ഓഫീസിന് മുമ്പിൽ കത്തിച്ചുകൊണ്ട് KPSTA-യുടെ നേതൃത്വത്തിൽ അധ്യാപകർ പ്രതിഷേധിച്ചു. സർക്കാരിന്റെ ദൂർത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും പാപഭാരം ജീവനക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നും വിദ്യാർത്ഥികൾക്ക് ലഭിക്കാനുള്ള സ്കോളർഷിപ്പ് തുകയും അധ്യാപകർക്കും ജീവനക്കാർക്ക് ലഭിക്കാനുള്ള മുഴുവൻ DA കുടിശ്ശികയും അനുവദിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും KPSTA ചാലക്കുടി സബ് ജില്ലാ കമ്മിറ്റി സർക്കാരോട് ആവശ്യപ്പെട്ടു. പ്രതിഷേധ സമരം PSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് PU രാഹുൽ അധ്യക്ഷനായിരുന്നു. കടുത്ത വേനലിൽ ദാഹമകറ്റാൻ പുല്ലൂട്ട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ ഒരുക്കി. ബാങ്കിന്റെ ഹെഡ് ഓഫീസ് പരിസരത്ത് ആരംഭിച്ച തണ്ണീർ പന്തലിൽ സംഭാരം, തണ്ണിമത്തൻ, ശുദ്ധജലം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ AA സാബു ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KG മുരളീധരൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് CR പമ്പ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ TK ലാലു, PA രാമദാസ്, മുരളീധരൻ കൊല്ലംപറമ്പിൽ, ഢാലി വർഗീസ്, സെക്രട്ടറി ഇൻചാർജ് MK അനന്തകുമാരി, ബാങ്ക് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മേത്തല ബാലാനുഭൂതിനി UP സ്കൂളിൽ സർക്കാരിന്റെ ചലഞ്ച് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. JD സഭാ പ്രസിഡന്റ് NK ജയരാജ് ശിലാസ്ഥാപനം നിർവഹിച്ചു. ചെമ്മാലിൽ നാരായണൻകുട്ടി തന്ത്രികൾ ഭദ്രദീപം തെളിയിച്ചു. സ്കൂൾ മാനേജർ PK അശോക് കുമാർ, ഉണ്ണി പിക്കാസോ, KR സുഭാഷ്, MK ശിവദാസൻ, TM സിറാജുദ്ദീൻ, നിസ്ര ഷാഫി, ഫാദർ ബാബു മുട്ടിക്കൽ, ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ, സുനിൽ പാലാഴി, KM ആഷിഖ്, പ്രധാന അധ്യാപിക TR ഷെർലി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി.
പുതുക്കാട് പാഴായിൽ KSEBയുടെ വാഴവെട്ട്. പാഴായിലെ കർഷകൻ കോപ്പാട്ടിൽ മനോജിന്റെ വാഴകളാണ് പറപ്പൂക്കര KSEB അധികൃതർ വെട്ടി നശിപ്പിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഓഫീസിന്റെയും ഇലക്ഷൻ മീഡിയ സെല്ലിന്റെയും ഉദ്ഘാടനം നടന്നു. മാധ്യമ നിരീക്ഷണത്തിനും പരസ്യങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലിനുമായി വിപുലമായ സജ്ജീകരണങ്ങൾ. രാജീവ് ചന്ദ്രശേഖറുമായി LDF കൺവീനർ EP ജയരാജന് ബിസിനസ് ബന്ധമുണ്ടെന്ന ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊടകര കുഴൽപ്പണ കേസ് കൃത്യമായി അന്വേഷിച്ചില്ലെന്നും സതീശൻ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.